Hi dear students, welcome back to Riju NPSK online classes. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൻ്റെ ബൾക്ക് മോഡുലസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ചേഞ്ച് ഇൻ വോളിയവുമായി ബന്ധപ്പെട്ട മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബൾക്ക് മോഡുലസ് നമ്മൾ ആദ്യം കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചൊരു ടോപ്പിക്കാണ് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസിൽ ഞാനൊരു സ്ലൈഡ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ആ സ്ലൈഡാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ബൾക്ക് മോഡുലസിലോട്ട് തിരിച്ചു വരും. ദിസ് കോൺസെപ്റ്റ് ഈസ് ബ്രേക്കിംഗ് സ്ട്രെസ്. ദ സ്ട്രെസ് റിക്വയർഡ് ടു ബ്രേക്ക് എ വയർ, ദാറ്റ് ഈസ് നോൺ ആസ് ബ്രേക്കിംഗ് സ്ട്രെസ്. വാട്ട് ഈസ് ബ്രേക്കിംഗ് സ്ട്രെസ്? ഡെഫിനിഷൻ ഓർക്കണേ. ദ സ്ട്രെസ് റിക്വയർഡ് ടു ബ്രേക്ക് എ വയർ. ഓക്കെ നോ? ആൻഡ് നോർമലി നമ്മൾ ഈ ബ്രേക്കിംഗ് സ്ട്രെസ്സിന് എപ്പോഴും ബ്രേക്കിംഗ് ഫോഴ്സ് ആയിട്ട് എപ്പോഴും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്ന ഒരു കേസാണ് ബ്രേക്കിംഗ് ഫോഴ്സും ബ്രേക്കിംഗ് സ്ട്രെസ്സും. And my first point is, like the density, Young's modulus, Young's modulus for a steel, Young's modulus of copper, density of copper, a fixed value on a constant ആണ് നമുക്കൊക്കെ അറിയാം. Okay no? Like the density, Young's modulus, this breaking stress is also constant for a material of the wire. അതിൻ്റെ അലുമിനിയം ആണെങ്കിൽ ഈ ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ക്വസ്റ്റ്യൻ വരാറുണ്ട്. Listen, when the length is doubled, when the radius is halved, what happens to the breaking stress? Listen, breaking stress is a constant for a material like its density, like its Young's modulus. അല്ലേ? അതുപോലെ കോൺസ്റ്റൻ്റ് ആണ് ആ ഒരു ബ്രേക്കിംഗ് സ്ട്രെസ്. Therefore, what is the equation for the breaking stress? The equation for the breaking stress is breaking force divided by area of cross section. സാധാരണ ഡെഫിനേഷൻ തന്നെയാണ്. എന്താ സ്ട്രെസ്? ഫോഴ്സ് ബൈ ഏരിയ. ലിസൺ, ദിസ് ഈസ് എ കോൺസ്റ്റന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്രേക്കിംഗ് സ്ട്രെസ് ഈസ് കോൺസ്റ്റന്റ്. മക്കളെ, ബ്രേക്കിംഗ് സ്ട്രെസ് ഈസ് കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ഇറ്റ്സ് റേഡിയസ്, ഡയമീറ്റർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ലെങ്ത്. ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഇതൊന്നും മാറിയാലും ആരും മാറത്തില്ല. ബ്രേക്കിംഗ് സ്ട്രെസ് it will be a constant. It depends only on the nature of the material. ആ മെറ്റീരിയലിന് ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ദിസ് ബ്രേക്കിംഗ് സ്ട്രെസ്. ഓക്കെ, ലിസൺ, ആൻഡ് from this relation, listen, what is breaking force? That you can take this area of cross section to this side, so that breaking force is equal to constant into area of cross section, or simply breaking force is directly proportional to area of cross section. While breaking stress is a constant, breaking force is directly proportional to area of cross section. If I am taking pi r square in terms of radius, breaking force is proportional to radius square. If I am taking the diameter, the area of cross section is equal to pi d square by 4. Okay, now therefore breaking force is proportional to d square. It's directly proportional to area, it's directly proportional to square of the radius, it's directly proportional to the square of the diameter, but this breaking force is also independent on length. നോക്കണേ, നമ്മൾ ഒരു സ്ട്രിങ്, ആ സ്ട്രിങ് വലിയ ലെങ്ത് ആണെങ്കിലും ചെറിയ ലെങ്ത് ആണെങ്കിലും അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടുന്ന ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ലെങ്ത്. ചെറുതാണോ വലുതാണോ ഡിപ്പെൻഡ് ചെയ്യാറില്ല. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. തിന്നാണോ തിക്കാണോ ഡിപ്പെൻഡ്സ്. നോ, ഫോർ ബ്രേക്കിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അറ്റ് ദ സെയിം ടൈം കൊടുക്കുക ബ്രേക്കിംഗ് സ്ട്രെസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ the dimensions. It depends only on the nature of the material. Okay, no? And is another important one. സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു മെറ്റൽ വയർ can withstand a weight of W when length is half, when it's made into two pieces. സാധാരണ നമ്മൾ വയറിനെ രണ്ട് കഷ്ണാക്കി എന്ന് പറയുകയാണെങ്കിൽ ലെങ്ത്തിനാണ് കട്ട് ചെയ്യുന്നത് അല്ലേ. ലെങ്ത്ത് മാറിക്കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ലോഡ്, ബ്രേക്കിംഗ് ഫോഴ്സ് ഓർ ബ്രേക്കിംഗ് സ്ട്രെസ് ഇതൊന്നും മാറത്തില്ല അല്ലേ. ലിസൺ, അതേസമയത്ത് റേഡിയസിൽ മാറ്റം വരുത്തിയാൽ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ മാറ്റം വരുത്തിയാൽ ബ്രേക്ക് ചെയ്യാനുള്ള ദാറ്റ് ലോഡ് വിൽ ബി, ബ്രേക്കിംഗ് ലോഡിൽ വ്യത്യാസം വരും അല്ലേ. കാരണം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവാണെങ്കിൽ ബ്രേക്കിംഗ് ലോഡ് കുറവായിരിക്കും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്നതിനനുസരിച്ച് ബ്രേക്കിംഗ് ഫോഴ്സ് കൂടുതലായിരിക്കും. ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഓക്കെ നോ? And I'm just rewinding the last day's topic, that nothing but the bulk modulus. Bulk modulus കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് നമ്മൾ രണ്ട് ഇക്വേഷൻസ് പറഞ്ഞായിരുന്നു. ആൻഡ് ദിസ് കോൺസ്റ്റൻറ്റ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കംസ് വിത്ത് ദി ചേഞ്ച് ഇൻ വോളിയം. അവിടെ നമ്മൾ പറഞ്ഞു bulk stress is proportional to bulk strain, or volume stress is directly proportional to volume strain. Or you can write the bulk modulus as, where the bulk modulus B is equal to bulk stress divided by bulk strain. Okay, now
ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എല്ലാ സർഫസിനും പെർപെൻഡിക്കുലർ ആയിട്ട് വരിക, നോർമലായിട്ട് വരിക. നോർമൽ ഫോഴ്സിന് വിളിക്കുന്ന പേര് ത്രസ്റ്റ് പെർ ഏരിയ വിളിക്കുന്ന പേര് പ്രഷർ എന്നത്. Increase in pressure delta P divided by what is the equation for the volume strain or bulk strain, that is delta V by V. We'll put a negative sign to represent to indicate that as the pressure increases the volume decreases, and the final equation will be like this. Bulk modulus is equal to minus V delta P by delta V. Okay, this is the equation from which what about this delta P? Delta P is equal to, when it is taken into the ocean, അല്ലെങ്കിൽ നിങ്ങൾ കടലിൻ്റെ അടിയിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ its equation will be h rho g. What is h? The height of the liquid column. Rho is the density and g is the acceleration due to gravity. And we already also familiar with another term, that is compressibility. Compressibility, K is nothing but the reciprocal of the bulk modulus. Okay, bulk modulus സിമ്പൽ ക്യാപിറ്റൽ ബി എന്നും ക്യാപിറ്റൽ കെ എന്നും ചില ബുക്കിൽ കാണാം. അങ്ങനെയുള്ള കേസിൽ ഇത് സ്മോൾ ലെറ്റർ കെയും ക്യാപിറ്റൽ സിയുമാണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത്. അതുപോലെ ഇവൻ ദോ അവർ ചാപ്റ്റർ ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, നമ്മൾ മറ്റു ചാപ്റ്റേഴ്സിലോട്ട് വേണ്ടുന്ന ചില ടോപ്പിക്സിനെ കുറിച്ച് പറഞ്ഞു. ദാറ്റ് ഈസ് ഫോർ ഗ്യാസസ് ദ ഐസോതെർമൽ ബൾക്ക് മോഡുലസ്. ഐസോതെർമൽ ബൾക്ക് മോഡുലസ്. ഐസോതെർമൽ means when temperature remains constant, the bulk modulus is equal to the pressure. Okay, no? The isothermal bulk modulus is equal to pressure, and for the adiabatic process it is equal to gamma times pressure. What is gamma? Gamma is equal to molar specific capacity at constant pressure Cp divided by molar specific capacity at constant volume. It's a ratio of Cp by Cv. And for normally നമ്മൾ സാധാരണ ഡയാറ്റോമിക് ഗ്യാസസിൻ്റെ എടുക്കുന്ന സമയത്ത് ഗാമയുടെ വാല്യൂ 1.4 എന്നുള്ള കേസും നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേ. ഓക്കെ നോ. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ്, നമ്മൾ pressure increase ചെയ്താൽ what happens to the change in volume? Pressure is increased this much, what happens to the change in volume? സാധാരണ നമുക്ക് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ള ഒരു കോൺസെപ്റ്റാണ്. NCERT-ലെ ടെക്സ്റ്റ് ബാക്ക് ക്വസ്റ്റ്യനും ഇതുപോലെ ഉണ്ട്. ഓൺ ദ അപ്ലിക്കേഷൻ ഓഫ് പ്രഷർ, വാട്ട് അബൌട്ട് ദ ചേഞ്ച് ഇൻ വോളിയം? മക്കളെ, ഓൾറെഡി യു ആർ ഫെമിലിയർ വിത്ത് ദിസ് ഇക്വേഷൻ. ദ ഇക്വേഷൻ ഈസ് bulk modulus is equal to minus V delta P, or instead I am writing like this, minus delta P divided by delta V by V. Okay, no? What about the equation for the fractional change? This is change in volume delta V divided by original volume, that is fractional change in volume, no? And what is fractional change in volume? Here I am writing the fractional change in volume delta V by V is equal to minus delta P by D. Okay, now delta V by V is equal to minus delta P by B. This is the equation for the change in volume on the application of pressure. On the application of pressure, when you are applying a pressure on a fluid having a bulk modulus B, the change in volume, the fractional change in volume will be delta V by V is equal to minus delta P by B. The meaning of negative sign is that as the pressure increases, the volume decreases. Okay, no, this is nothing but our Boyle's law itself. What is Boyle's law? Pressure is proportional to 1 by V, or pressure is proportional to V raised to minus 1. Okay, taking the error format or differentiating, delta P by P is equal to minus delta V by V. Okay, now what is delta V by V? That is equal to minus delta P. നോക്കണേ മക്കളെ, delta V by V minus delta P. Okay, now what is Boyle's law? Pressure is inversely proportional to volume at constant temperature. At constant temperature means it is isothermal. Therefore, here what is pressure? I already told you, for the gases the isothermal bulk modulus is equal to pressure. Therefore, here I am writing it as B. See, we got the almost same formula. It's nothing but your Boyle's law. Okay, then what about the change in density? We are going to discuss about the change in density. What is the equation for the density? Density rho is equal to mass by volume.
we are discussing on the application of pressure. What happens to change in density? What happens to this thing? Normally, the mass, the amount of substance will remain constant. So that I can say that density is proportional to 1 by volume. Okay, no? Or delta rho by rho is equal to minus delta V by V. അവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. What is change in density? Delta rho by rho is equal to minus of delta V by V. What is delta V by V? So already have a negative side. Negative of negative will be positive, so that you are getting equation delta P by B. It's positive equation. It does not contain any negative. Means that as the pressure increases, volume decreases, but density increases. Pressure കൂടുമ്പോൾ density കൂടുന്നു. ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, ലിസൺ. ഇതിൽ നമുക്ക് ഇനിയും കുറച്ച് കാര്യം കൂടെ എഴുതാൻ വേണ്ടി പറ്റും. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, നമ്മൾ ഡിസ്കസ് ടോപ്പിക് ഇനിയാണ് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ. വാട്ട് അബൌട്ട് ദ ചേഞ്ച് ഇൻ വോളിയം ഇസ് ഗിവൺ ബൈ മൈനസ് ഡെൽറ്റ പി ബൈ ബി. വാട്ട് അബൌട്ട് ദ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഇറ്റ് ഈസ് ഈക്വൽ ടു ദ റെസിപ്രോക്കൽ ദ നെഗറ്റീവ് ഓഫ് ദിസ് തിങ്, ദാറ്റ് ഈസ് ഡെൽറ്റ പി ബൈ ബി. ആസ് there is a inverse proportional relationship between volume and density. Okay, and next one, when the pressure is increased by delta P, what about the final volume? What about the final volume? What is the equation for the final volume? I am rewriting this equation here. What is delta V? That is final volume minus, let it be the final volume, minus initial volume. That is delta V divided by the initial volume is equal to minus delta P by B. Okay, now rearranging which I am getting it as Vf divided by Vi minus Vi divided by numerator split ചെയ്തു. Vi minus Vi is 1 is equal to minus delta P by B. I am taking this minus 1 to the other side, therefore I am getting Vf is equal to 1 minus delta P by B. Implies you will have a divided by Vi here. Therefore, what is the equation for the final volume? That is initial volume into 1 minus indicates that as the pressure increases, the volume decreases. Okay, now listen, this is the equation for the final volume as the pressure changes. Pressure change ചെയ്യുന്ന കാരണം ഉണ്ടാവുന്ന listen വോളിയത്തിൻ്റെ ചേഞ്ച്. Similarly, you can write the equation for density in the same format. You can write the equation for the density. മക്കളൊന്ന് ചെയ്തേക്കണേ, ഇതുപോലെ എഴുതുക. What is delta rho? That is final density minus initial density. ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് വന്നാൽ you will get an equation like this. Listen, equation will be rho f final density is equal to initial density into 1 minus ആണോ പ്ലസ് ആണോ plus delta P by B. This will be your equation. What is 1 by B? 1 by B is nothing but the compressibility. അപ്പോൾ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇനിയും മാറ്റി എഴുതാം. Vf is equal to Vi into 1 minus C delta P. What is C delta P? What is C? That is reciprocal of bulk modulus, nothing but the compressibility. And these are the changes occurred for the volume and density on the application of pressure. മക്കളെ, ഇത് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ പ്രോബ്ലം ചെയ്യാൻ NCERT പുറകിലെല്ലാം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൊണ്ട് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ, വാട്ട് അബൌട്ട് ദി ചേഞ്ച് ഇൻ വോളിയം ആസ് വെൽ ആസ് ഡെൻസിറ്റി. ഓക്കെ, മൂവിങ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. These are the two NCERT text back questions related to this concept that we have discussed already. First question, compute the fractional change in volume. They are asking for the fractional change in volume, delta V by V. Okay, for glass slab, when subject to a hydraulic pressure, they have given the hydraulic pressure as delta P as well as the bulk modulus is given. Okay, സാധാരണ നമ്മൾ പറഞ്ഞ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ദ ഡെൽറ്റ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം? ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ പി ബൈ ബി. ഓക്കെ, നോ ദേ ഹാവ് പ്രൊവൈഡഡ് ദി ഈ വാല്യൂ ബൾക്ക് മോഡുലസ് ഓഫ് ഗ്ലാസ് ഈസ് ടേക്കൺ ഫ്രം എ ടേബിൾ. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ടേബിളിൽ നിന്ന് എടുത്തിട്ടുള്ള വാല്യൂ ആണ് 37 × 10⁻⁹ പാസ്കൽ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, നോ. And the second question, what is the density of water at a depth where the pressure is 80 atm?
മക്കളെ കടലിനടിയിൽ 80 ATM പ്രഷർ കിട്ടുന്ന സ്ഥലത്ത് 80 ATM താഴത്തോട്ട് പോകുന്നതോറും പ്രഷർ കൂടുന്നു നമുക്കറിയാം. ലിസൺ 80 ATM പ്രഷർ കിട്ടുന്ന സമയത്തുള്ള വാട്ട് അബൌട്ട് ദ ഡെൻസിറ്റി ദി ആർ ആസ്കിംഗ് ഫോർ ദി ഡെൻസിറ്റി. ഓക്കെ നോ. അപ്പോൾ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഓൺ ദ അപ്ലിക്കേഷൻ ഓഫ് പ്രഷർ വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ ഡെൻസിറ്റി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ദിസ് ഇസ് ദ ഫൈനൽ ഡെൻസിറ്റി ആൻഡ് ദിസ് ഇസ് ദ അപ്ലൈഡ് പ്രഷർ. ദിസ് ഇസ് ഇൻ ATM. യു വാണ്ട് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു പാസ്കൽ. And listen, then its density at the surface, asking for the initial density. Initial density is given 1.03 gram per centimeter cube in CGS unit. അതിനെ നമ്മൾ SI യൂണിറ്റ് kilogram per meter cube ലോട്ട് കൺവേർട്ട് ചെയ്യണം. They have also provided C of water. What is C? C means compressibility of water is also given 45.8 into 10 raised to minus 11 Pascal inverse. Okay, no. What is the equation for the final density, rho F? What is the equation for rho F? Rho F is equal to rho initial into 1 plus C delta P. Okay, no. What is C? Compressibility. Give 1 delta P. Direct substitution ആണ്. ജസ്റ്റ് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഈ ഇക്വേഷൻ വെച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് പരിചയപ്പെടുത്തിയത് മാത്രമാണ് കേട്ടോ. രണ്ട് NCERTയുടെ ടെക്സ്റ്റിൻ്റെ പുറകിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, റിട്ടേണിംഗ് ടു അവർ തിയറി പോർഷൻസ്. യങ്സ് മോഡുലസിനെ കുറിച്ച് പറഞ്ഞു, കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബൾക്ക് മോഡുലസിനെ കുറിച്ച് കംപ്രസിബിലിറ്റി എന്ന കാര്യം പറഞ്ഞു. ഐസോതെർമൽ ബൾക്ക് മോഡുലസ് ആൻഡ് അഡിയബാറ്റിക് ബൾക്ക് മോഡുലസ് ഓഫ് ഗ്യാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓൺ ദ അപ്ലിക്കേഷൻ ഓഫ് പ്രഷർ വാട്ട് ഹാപ്പൻസ് ടു ദ ചേഞ്ച് ഇൻ വോളിയം ആസ് വെൽ ആസ് ഫോർ ദി ചേഞ്ച് ഇൻ ഡെൻസിറ്റി എന്നുള്ള കഥയാണ് പറഞ്ഞത്. നെക്സ്റ്റ് റിട്ടേണിംഗ് ടു ദ തേർഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ദാറ്റ് ഈസ് shear modulus or rigidity modulus related to the change in shape. Okay, അതിലോട്ട് വരാൻ വേണ്ടി പോവാണ്. Listen. Next one is rigidity modulus or shear modulus. മക്കളെ നമ്മൾ സാധാരണ പറഞ്ഞ പോലെ തന്നെയാണ് ടാൻജൻഷ്യൽ ഫോഴ്സ്. ഓക്കെ, ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ്, അതായത് ഇത് ഒരു സർഫസിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുക, താഴെ ഭാഗം നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു, മുകളിലത്തെ സർഫസിന് പാരലായിട്ട് ടാൻജൻഷ്യൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ there will be a change in its shape without change in volume. വോളിയത്തിൽ ചേഞ്ച് വരാതെ അതിൻ്റെ ഷേപ്പിൽ ചേഞ്ച് വരും. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തത്. therefore നമുക്കറിയാം നമ്മുടെ ബേസിക് തിയറി അനുസരിച്ച് ദ ഷിയർ സ്ട്രെസ് ഓർ tangential stress, okay, is proportional to shear strain. നമ്മൾ സാധാരണ ചെയ്ത കഥ പോലെ തന്നെയാണ് shear strain. Therefore I am rewriting it by introducing a proportionality constant. That is constant is G into shear strain. What is the name for G? G is known as the rigidity modulus or shear modulus. Listen, അതിൻ്റെ സിംബലുകളായിട്ട് ഉപയോഗിക്കുക. ഒന്നുകിൽ ക്യാപിറ്റൽ G ആണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഈറ്റ എന്ന് പറയുന്ന സിമ്പിൾ. നമ്മൾ കോഎഫിഷ്യന്റ് വിസ്കോസിറ്റിക്കൊക്കെ ഉപയോഗിച്ച പോലെ ലിസൺ ഈറ്റ എന്ന് പറയുന്ന ഒരു സിമ്പിളാണ് ഉപയോഗിക്കുക. ചില ബുക്കിൽ സാധാരണ NCERTയിലെ സിമ്പിൾ G തന്നെയാണ് കേട്ടോ. G is known as the rigidity modulus or shear modulus. I am going to write an equation for G. What is G? G is equal to shear stress or tangential stress divided by shear strain. നോക്കൂ, മറ്റുള്ള സ്ട്രെയിൻ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ സ്ട്രെയിനിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആസ് എൻ ആംഗിൾ തീറ്റ. ദിസ് ആംഗിൾ തീറ്റ നമ്മൾ ഡിഫൈൻ ചെയ്താണ്. ദിസ് മെഷർഡ് ആസ് ആംഗിൾ തീറ്റ. Therefore I am going to write the equation once again. G is equal to, what's the equation for shear stress? Stress is nothing but the force divided by area. For force divided by area, and strain is nothing but the angle theta. ഓക്കെ നോ. ആൻഡ് നമ്മൾ തീറ്റയ്ക്ക് ടാൻ തീറ്റ ചെറിയ ആംഗിളാണ്, ടാൻ തീറ്റയ്ക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആൻഡ് ഇഫ് ദിസ് ഡിസ്റ്റൻസ് ഈസ് ഡെൽറ്റ എക്സ് ആൻഡ് ദിസ് സൈഡ് ഈസ് എൽ, വി ക്യാൻ റൈറ്റ് ആസ് എഫ് ബൈ എ. ഇൻസ്റ്റെഡ് ഓഫ് theta I am going to substitute in terms of tan theta, that is opposite side, delta x divided by L. Therefore your equation will be G is equal to FL by A delta x. Okay, now listen, when you are stretching a spring, അവിടെ ചേഞ്ച് ചെയ്യുന്നത് ലെങ്ത് അല്ല. സാധാരണ നമുക്കൊരു കൺസെപ്ച്വൽ എറർ വരുന്നതാണ് അതിൻ്റെ ഷേപ്പാണ്. ലിസൺ, നമ്പർ ഓഫ് ടേൺസിൻ്റെ ആംഗിളാണ് മാറുന്നത്. അപ്പോൾ ഷേപ്പിലാണ് മാറ്റം വരുന്നത്. അപ്പോൾ ആ സ്ട്രെച്ചിങ് ഓഫ് സ്പ്രിങ്ങിലെല്ലാം ഒക്കർ ചെയ്യുന്ന റിജിഡിറ്റി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി റിജിഡിറ്റി മോഡുലസ് ആണ്, ഷിയർ മോഡുലസ് ആണ്. ദ ഇക്വേഷൻ ഈസ് G is equal to FL by A delta x. Okay.
നെക്സ്റ്റ് ടോപ്പിക് ഈസ് ആംഗിൾ ഓഫ് ഷിയർ ഓർ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. എന്താണെന്ന് പറയാം. നോക്കൂ, നമ്മൾ ഒരു മെറ്റൽ വയർ കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഒരു ഭാഗം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ എൻ്റെ ലെങ്ത്ത് ഇതാ ഇവിടെ കാണിക്കുന്നു. ഓക്കെ, ലെങ്ത്ത് സെൻറ്ററിലോട്ട് ഇതാണ് അതിൻ്റെ റേഡിയസ്. ഓക്കെ, താഴെ ഭാഗത്ത് കാണുന്ന റേഡിയസ് ഇതതിൻ്റെ ലെങ്ത്താണ്. ഓക്കെ, ലെങ്ത്താണ്. ഇനി ഞാനിവിടെ ചെറിയൊരു ടാൻജൻഷ്യൽ ഫോഴ്സ്, എന്താ ടാൻജൻഷ്യൽ ഫോഴ്സ് പറഞ്ഞ താഴത്തെ എൻഡിന് പാരലായിട്ട് ഒരു ഫോഴ്സ് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നു, ഒരു ചെറിയ ട്വിസ്റ്റ് കൊടുക്കുന്നു. കണ്ടോ, ട്വിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇതാ ഇവിടെ കണ്ടിട്ടുള്ള ഈ ഒരു പോയിൻ്റ് ഇതാ ഇപ്പുറത്തോട്ട് മാറും. ഓക്കെ നോ, ലിസൺ, ആ ഒരു പോയിന്റ് തിരിഞ്ഞു, നമ്മൾ തിരിയാൻ തന്നെ വാക്ക് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ പുതിയ റേഡിയസ് ഇതാ അപ്പോൾ അങ്ങോട്ടാണ് ഉണ്ടാവും അല്ലേ. ഈ റേഡിയസ് കറങ്ങിയൊരു ആംഗിളുണ്ട്, അതേപോലെ ഇതാ ഈ ലെങ്ത്ത് ഷിയർ ചെയ്തൊരു ആംഗിളുണ്ട്. ഞാൻ ആ വാക്ക് ടെക്നിക്കലി ഉപയോഗിക്കുകയാണ്. റേഡിയസ് ട്വിസ്റ്റ് ചെയ്ത ആംഗിളുണ്ട്. ദിസ് ഈസ് ദാറ്റ് ആംഗിൾ മാർക്ക്ഡ് ആസ് തീറ്റ. അതേപോലെ ലെങ്ത് ഷിയർ ചെയ്ത ആംഗിൾ ഉണ്ട്, ആൻഡ് ദിസ് ഈസ് മാർക്ക്ഡ് ആസ് ആംഗിൾ ഫൈ, ആൻഡ് ദിസ് ആംഗിൾ ഇസ് നോൺ ആസ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. താഴെ കണ്ട റേഡിയസ് കറങ്ങിയിട്ടുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. And the angle through which the length displaces is known as angle of shear. ലിസൺ, ഇവ തമ്മിലുള്ള റിലേഷൻ ചില സമയത്ത് നമുക്ക് ആവശ്യം വരാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മക്കൾ ശ്രദ്ധിക്കണേ. ഇതാ ഈ ഒരു ആർക്ക് രണ്ടാൾക്കും എന്താ സെയിം. എന്താ വാട്ട്സ് ദി ഇക്വേഷൻ ഫോർ ആർക്ക്? യു നോ ദാറ്റ് ദി ഇക്വേഷൻ ഫോർ ആർക്ക് ഇസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗിൾ. ഓക്കെ നോ, ആൻഡ് ഹിയർ ഞാൻ എന്താ ആദ്യം ഈ ലെങ്ത്തിൻ്റെ ടേംസിൽ എഴുതാൻ വേണ്ടി പോവാം, പിന്നെ റേഡിയസിൻ്റെ ടേംസിൽ എഴുതാൻ വേണ്ടി പോകും. നോക്കൂ, ഈ മുകൾ ഭാഗത്തെ കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാം. ഇവിടെ റേഡിയസ് എന്ന് പറഞ്ഞത് ലെങ്ത് ആണ്, ആംഗിൾ എന്ന് പറഞ്ഞത് ആംഗിൾ ഓഫ് ഷിയർ ഫൈ ആണ്. ഹിയർ ദിസ് ഇസ് ദ ആർക്ക്. ഓക്കെ നോ, therefore I am writing the equation there. L into phi. Okay no, L into phi will be this arc. Okay, and ഈ ആർക്കിൻ്റെ റേഡിയസിൻ്റെ ടേംസിൽ നോക്കുമ്പോഴോ റേഡിയസ് ആർ ഇൻറ്റു തീറ്റ. ഇവിടെ രണ്ടും ആർക്ക് റേഡിയസ് ആംഗിൾ തമ്മിൽ റിലേഷൻ എടുത്തപ്പോൾ താഴത്ത് കൊടുക്കാൻ വേണ്ടി പോവാം. സെയിം ആർക്ക്, radius into angle, therefore L phi is equal to r theta. What is theta here? Theta is angle of twist, and what is phi? It is angle of shear, and r is the radius and L is the length, and this is the relation between angle of shear phi and angle of twist theta. Okay. Next an equation, ഒരു ഇക്വേഷൻ തരാൻ വേണ്ടി പോവാണ്. The couple per unit twist required. Consider a wire. മക്കളെ ശ്രദ്ധിക്കണേ, ഒരു വയർ ഫിക്സ് ചെയ്തിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ഈ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് നിങ്ങൾക്കൊരു ഫോഴ്സ് വേണം, അല്ലെങ്കിൽ കറങ്ങാനുള്ള ഫോഴ്സിനെ വിളിക്കുന്ന പേര് റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഫോഴ്സ് ഇസ് നോൺ ആസ് ടോർക്ക് ഓർ കപ്പിൾ എന്ന് അറിയപ്പെടും. ഓക്കെ നോ, നമ്മളത് റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുക. എനിവേ, ദ കപ്പിൾ മീൻസ് ദ റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഫോഴ്സ് ദാറ്റ് ഈസ് ഗിവൺ ബൈ, മക്കൾക്ക് ഡയമെൻഷനൊക്കെ പഠിച്ച സമയത്ത് ടോർക്കിൻ്റെ ഇക്വേഷൻ ഓർമ്മയുണ്ട്. ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വെക്ടർ പ്രൊഡക്റ്റ് ആണ്. ടോസ് ഈക്വൽ ടു ആർ ക്രോസ് ഓഫ്. എനിവേ, ദ ടോർക്ക് റിക്വയർഡ് ടു ട്വിസ്റ്റ് ത്രൂ യൂണിറ്റ് ആംഗിൾ, ഒരു യൂണിറ്റ് ആംഗിളിലൂടെ അത് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടോർക്ക്, ദാറ്റ് ഈസ് നോൺ ആസ് ടോർക്ക് പെർ ആംഗിൾ ഓർ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്. മറ്റൊരു പേരാണതിന്, നിങ്ങൾ +2 ഒരു ടോപ്പിക്കിലെല്ലാം പഠിക്കും, ടോർഷണൽ കോൺസ്റ്റന്റ്. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞ ടോപ്പിക്കിലെല്ലാം പഠിക്കും. ടോർഷണൽ കോൺസ്റ്റന്റ് ഇസ് നത്തിങ് ബട്ട് ദി ടോർക്ക് റിക്വയർഡ് ടു ട്വിസ്റ്റ് ത്രൂ യൂണിറ്റ് ഡിഗ്രി ഓർ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് റിക്വയർഡ് ഈസ്, ആ ഇക്വേഷനാണ് മക്കൾ ഓർത്ത് വെക്കേണ്ടത്. C is equal to pi g radius raised to 4 divided by 2L. Pi g is the shear modulus and r is the radius of the wire and L is its length. Okay, no, the equation is C is equal to pi g r raised to 4 divided by 2L. This is the couple, this is the torque. What is C? It's a torque required to twist it through unit degree. Tau divided by angle of twist നെ വിളിക്കുന്ന പേരാണ് C or couple per unit twist. അതിൻ്റെ ടെക്നിക്കൽ ടേം ടോർഷണൽ കോൺസ്റ്റന്റ് എന്നാണ് കേട്ടോ. ലിസൺ, ഇതുപോലുള്ള ചില ഇക്വേഷൻസ് നമുക്ക് അധികം ഡെറിവേഷൻ ഇല്ലാതെ നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് റിലേഷൻ ബിറ്റ്വീൻ
യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് ആൻഡ് ദി പോയ്സൺസ് റേഷ്യോ സിഗ്മ. ഇവ തമ്മിലുള്ള റിലേഷനാണ് മക്കളെ. ഇതിൻ്റെ ഡെറിവേഷൻസ് ഇസ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് അവർ സിലബസ്. ബട്ട് നമുക്ക് ഇക്വേഷൻസ് വെച്ച് പ്രോബ്ലം ചോദിക്കാറുണ്ട്, ഇക്വേഷൻസ് അതുപോലെ തന്നെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആ ഇക്വേഷൻസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുകയേ വേണം. ഫസ്റ്റ് ഇക്വേഷൻ ഈസ് റിലേഷൻ ഫോർ വൈ യങ്സ് മോഡുലസിൻ്റെ റിലേഷൻ ഇങ്ങനെ വരുന്നത് 2g into 1 plus sigma. Okay, no, y is the Young's modulus, g is the rigidity modulus, and sigma is the Poisson's ratio. And the second relation is again for the Young's modulus, that is in terms of bulk modulus and the Poisson's ratio, 3b into 1 minus 2 sigma. Okay, no, and y is equal to 2g into 1 plus sigma, and here y is equal to 3 into bulk modulus into 1 minus 2 sigma, and third one again y is equal to 9bg divided by 3b plus g. It's in terms of ഇവിടെ നമ്മൾ Poisson's ratio terms ഇല്ല, ഇവിടെ Poisson's ratio terms ഇല്ലല്ല. Listen, in terms of your bulk modulus and the shear modulus. And last one is the equation for the Poisson's ratio, sigma is equal to 3b minus 2g divided by 6b plus 2g. These are the equations, relations. മക്കളതൊന്ന് ബൈ ഹാർട്ട് ചെയ്യണം, കാരണം മെഡിക്കൽ എക്സാമിനേഷനിലെ ഇതിലെ ഈ റിലേഷൻ എടുത്ത് അതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, റെസിപ്രോക്കൽ ഫോമിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അതുപോലെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് മക്കൾ ഈ റിലേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയത്ത് അവർ ഫോർ എക്സാമ്പിൾ സിഗ്മ തരും, യങ്സ് മോഡുലസ് നിന്ന് ജി ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇക്വേഷൻസ് ആവശ്യമുണ്ട്, ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല കേട്ടോ. ലിസൺ, therefore these are the equations. I am repeating the equations once more. Y is equal to 2g into 1 plus sigma, and y is equal to 3b into 1 minus 2 sigma, and here y is equal to 9bg divided by 3b plus g. Last equation, sigma is equal to 3b minus 2g divided by 6b plus 2g. So the relation between Young's modulus, bulk modulus, rigidity modulus and the Poisson's ratio. Okay, next is a question. A bar of cross section A is subjected to equal and opposite tensile forces. You can see here, these are the forces F and F. At its ends, consider a plane through the bar making angle theta with the plane of right angles to each other. Listen, this is a plane making right angles to the bar. ബാറുമായിട്ട് ഉണ്ടാക്കുന്ന 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ഉള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇങ്ങനെയാണ്. ഈ ഒരു ക്രോസ് സെക്ഷനുമായിട്ട് ലിസൺ ശ്രദ്ധിച്ചേക്കണേ, ഇങ്ങനെ തീറ്റ ആംഗിളുള്ള ലിസൺ, ദിസ് ദ ആക്ച്വൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലേ. അതിന് പകരം ഒരു പ്ലെയിൻ ഉണ്ട്. ദാറ്റ് പ്ലെയിൻ ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി actual area of cross section. Okay, no, then they are asking for what is the tensile stress, and what is the shearing stress, and what values of theta these stresses are maximum. They are maximum. These are the questions. Okay, tensile stress എന്ന് പറഞ്ഞാൽ ലെങ്ത് കൂടുന്ന സ്ട്രെസ്സാണ്. ലെങ്ത് കൂടുന്ന സ്ട്രെസ്, ലോഞ്ച് സ്ട്രെസ് എങ്ങനെ വരിക, എങ്ങനെ ആക്ട് ചെയ്യുക, അലോങ് ദ ലെങ്ത് അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ടാണ്. എന്നാൽ ഷിയറിങ് മീൻസ് ഷേപ്പ് ചേഞ്ച് ചെയ്യുന്ന സ്ട്രെസ്സാണ്. അതെങ്ങനെ ആക്ട് ചെയ്യുക, ഇറ്റ് വിൽ ആക്ട് അലോങ് ദി പ്ലെയിൻ, ആ പ്ലെയിന് പാരലായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോഴ്സ്, ഇവിടെ ഫോഴ്സിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരക്കുമ്പോൾ ലിസൺ, ദിസ് ഈസ് ദ റോഡ് ആൻഡ് ദിസ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഹിയർ. ഓക്കെ, ദിസ് ഇസ് ദ ഫോഴ്സ് എഫ് ആക്ടിങ്. ഓക്കെ, നമുക്ക് ആ ഫോഴ്സിനെ രണ്ട് കമ്പോണൻ്റ് ആക്കാം. ഓക്കെ, കമ്പോണൻ്റ് ആക്കിയിട്ട് ലിസൺ എങ്ങനെ കമ്പോണൻ്റ് ആക്കുക, വൺ ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ് പ്ലെയിൻ ആൻഡ് അനദർ വൺ ഈസ് പാരലൽ ടു ദിസ് പ്ലെയിൻ. ഓക്കെ, ഈ പാരലായ കമ്പോണൻ്റ് ആണ് ടാൻജൻഷ്യൽ ഫോഴ്സ്, ടാൻജൻഷ്യൽ സ്ട്രെസ് കൊടുത്ത് അതിൻ്റെ ഷേപ്പ് മാറ്റുക, ഷിയറിങ് സ്ട്രെസ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. നോക്കൂ, ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പെർപെൻഡിക്കുലർ ആയ കമ്പോണൻ്റ് ആണ് നമുക്ക് ലെങ്ത്ത് ചേഞ്ച് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് അല്ലെങ്കിൽ ലീനിയർ സ്ട്രെസ് ആയിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, ദർഫോർ സിംപ്ലി ഇവിടെ ചോദിച്ചാൽ ടെൻസൈൽ സ്ട്രെസ് ആയിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, ദ ഫുൾ റീസൺ നമ്മൾ ഇവിടെ ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആദ്യം ഇക്വേഷൻ കാണണം, രണ്ട് കമ്പോണൻസിനെയും നമ്മൾ ഇക്വേഷൻസ് കാണാൻ വേണ്ടി പോവുക. ലിസൺ, ഇവിടുത്തെ ഈ ആംഗിൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതാണ് തീറ്റ, ഇതാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു അല്ലേ. ലിസൺ, നമുക്ക് വേണ്ടുന്ന ഈ യെല്ലോ കളർ ഷെയ്ഡ് ചെയ്ത ഭാഗത്തുള്ള നമുക്ക് റിക്വയർഡ് ഏരിയ, ഐ എം മാർക്കിംഗ് ആസ് എ ഡാഷ്, ലെറ്റ് ബി എ dash. Okay, what about the area A dash? I mean, from this triangle, what is cos theta? Cos theta is equal to
adjacent side A divided by the hypotenuse, that is A dash. What is the equation for A dash? A dash is equal to A divided by cos theta. This is the effective area of this inclined plane. ഈ ചെരിഞ്ഞ പ്ലെയിൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ഏരിയ വരുന്നത് എ ബൈ കോസ് തീറ്റ എന്നാണ്. അതുപോലെ നമ്മൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ലെറ്റ് ദിസ് ആംഗിൾ വിൽ ബി ആൾസോ ഈക്വൽ ടു തീറ്റ, സോ ദാറ്റ് എഫ് കോസ് തീറ്റ, മാർക്കിംഗ് with some other color, listen, this is f cos theta which is acting perpendicular to the plane and tangentially acting in the component f sin theta. f sin theta കാര്യങ്ങൾ ഇപ്പോൾ വളരെ സിമ്പിളാണ്. കമ്പണൻ്റ് ആക്കുക എന്നുള്ളതാണ്. ലെങ്ത് മാറ്റുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയ കമ്പണൻറ്റും ഷേപ്പ് മാറ്റുന്നത് ടാൻജൻഷ്യലി അലോങ് ദ പ്ലെയിൻ ആക്ട് ചെയ്യുന്ന കമ്പണൻറ്റുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ എം ഗോയിങ് ടു ആൻസർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ടെൻസൈൽ സ്ട്രെസ്? ദേ ആർ ആസ്കിംഗ് ഫോർ ടെൻസൈൽ സ്ട്രെസ്. ലെങ്ത് മാറ്റുന്ന സ്ട്രെസ് എന്താ? ലെങ്ത് മാറ്റുന്ന സ്ട്രെസ് ഏതാ മക്കൾ? ഏത് കമ്പോണൻ്റാണ് ലെങ്ത് ചേഞ്ച് ചെയ്യുക? എഫ് സൈൻ തീറ്റയാണോ ടാൻജൻഷ്യലാണോ ലെങ്ത് ചേഞ്ച് ചെയ്യുക, അതോ നോർമലായിട്ട് ആക്ട് ചെയ്യുന്നത് എഫ് കോസ് തീറ്റയാണോ? ഓഫ് കോഴ്സ് എഫ് കോസ് തീറ്റ. ദർഫോർ യുവർ ഇക്വേഷൻ വിൽ ബി എഫ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സ്ട്രെസ് is force divided by area, and here the effective area is A by cos theta. Therefore your equation will be f, this cos theta will go to the numerator, therefore f cos square theta divided by area. നോക്കൂ, ആൻസർ മേ ചേഞ്ച് ഇഫ് ദേ ആർ ഗിവിംഗ് സം അതർ ആംഗിൾസ്. തീറ്റ ഇവിടെ അപ്പുറം തന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറും, ബട്ട് പ്രൊസീജിയർ ഈസ് ദ സെയിം. ഓക്കെ നോ? ആൻഡ് നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു സോൾവ് ഫോർ ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് they are asking for shearing stress. Shearing stress. Shearing stress. What is the equation for shearing stress? The tangential force. Are a tangent act along the plane act here, that is f sin theta divided by the area. Area is given as A divided by cos theta. A divided by cos theta. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. എഫ് ബൈ എ സൈൻ തീറ്റ കോസ് തീറ്റ മുകളിലോട്ട് പോകണു. സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതുമ്പോൾ തന്നെ മക്കൾക്ക് അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് കൊടുക്കാമെന്നുള്ളത് മനസ്സിലാവും. ബിക്കോസ് വാട്ട് ഈസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 2 തീറ്റ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വാട്ട് ഈസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ളതിന് ഇക്വേഷൻ എഴുതാം. സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്നുള്ള റിലേഷൻ ഉപയോഗിക്കാം. ഓക്കെ നോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, therefore I am writing that equation also, f by 2a into sin 2 theta. What is sin 2 theta? That is 2 sin theta cos theta. മക്കളെ, ഇനി for what values of theta the tensile stress is maximum? ഈ ടെൻസൈൽ സ്ട്രെസ് മാക്സിമം ആവണമെങ്കിൽ ഏത് ആംഗിളിലാണെന്നാണ് ചോദ്യം. അപ്പോൾ കോസ് തീറ്റ 1 ആവണം. കോസ് തീറ്റ 1 ആവണം എന്ന് പറഞ്ഞാൽ ലിസൺ, തീറ്റയുടെ വാല്യൂ 0 ആവണം. ദർഫോർ തീറ്റ ഷുഡ് ബി ഈക്വൽ ടു 0. ആ സമയത്താണ് ടെൻസൈൽ സ്ട്രെസ് ആയിട്ടുള്ള എഫ് ബൈ കോസ് സ്ക്വയർ തീറ്റ വിൽ ബി മാക്സിമം ഈക്വൽ ടു എഫ് ബൈ എ ആവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ വാട്ട് വാല്യൂസ് ഓഫ് തീറ്റ ഇസ് ദ ഷിയറിംഗ് സ്ട്രെസ് മാക്സിമം? ഷിയറിംഗ് സ്ട്രെസ് മാക്സിമം ആകുന്നത് ഏത് ആംഗിളിലാണ് മക്കളെ? ആ കേസിൽ സൈൻ 2 തീറ്റ 1 ആവണം. പ്രൊജക്റ്റൽ മോഷനൊക്കെ പഠിച്ച മക്കളാ, സൈൻ 2 തീറ്റ 1 മാക്സിമം ആവണമെങ്കിൽ 1 ആവണമെങ്കിൽ 2 തീറ്റയുടെ വാല്യൂ 90 ആവണം. ദർഫോർ തീറ്റ ഇൻ ദാറ്റ് കേസ് ഷുഡ് ബി ഈക്വൽ ടു 45 അല്ലേ? 2 തീറ്റയാണ് 90 ആവേണ്ടത്. ദർഫോർ തീറ്റ ഇസ് ഈക്വൽ ടു 90 by 2, ദർഫോർ 45 ഡിഗ്രി. ഈ ഒരു പോയിന്റ് ഓർത്തു വെക്കുക. അവിടെ ഞാൻ സ്ട്രെസ്സിന് ഉദ്ദേശിച്ചത് ലെങ്ത് ചേഞ്ച് ചെയ്യുന്നത് ഏത് കമ്പോണൻ്റാ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പെർപെൻഡിക്കുലർ ആയ കമ്പോണൻ്റാ. അതേ സമയത്ത് ഷേപ്പ് മാറ്റുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് പാരലായിട്ട് ടാൻജൻഷ്യലായിട്ട് ആക്ട് ചെയ്യുന്ന കമ്പോണൻ്റാ. ഓക്കെ നോ? Next question, a solved question from your NCERT textbook, but ഒന്ന് കാര്യങ്ങൾ ക്ലിയർ ആവാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. A square lead, you can square a lead slab of side 50 centimeter, side length is 50 centimeter. This L is provided. L is provided. Okay, and thickness 10 centimeter is subjected to a shearing stress. തിക്നെസ് തന്നിട്ടുള്ളത് 10 സെൻറ്റിമീറ്റർ. ഷെയറിംഗ് ഫോഴ്സ് ഓൺ ഇറ്റ്സ് നാരോ ഫേസ്, ആൻഡ് that force is given 9 into 10⁴ Newton is given. The lower edge is riveted, it's fixed, no? Lower edge is riveted to the floor. How much will the upper edge displaced? ഈ upper edge displace ചെയ്യുന്ന ലെങ്ത് ഡെൽറ്റ എക്സ് എത്രയാ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ നോ? They have also given the shear modulus as G is equal to 5.6 into
10 raised to 9 Pascal. It's given in the question. G is equal to 5.6 into 10 raised to 9 Pascal. Okay, now. And here, what about the delta x? മക്കളെ equation നോക്കുമ്പോൾ what is the equation for the G? G is equal to F divided by A theta. What is theta? Theta is equal to delta x by L. They are asking for delta x. No. And force is also given. Force തന്നിട്ടുണ്ട്, G തന്നിട്ടുണ്ട്. Length 50 centimeter തന്നിട്ടുണ്ട്. They are asking for delta x. In which area? ഇതിൽ ഏത് ഏരിയ എടുക്കുക? നമ്മൾ ഇതാ ഇവിടെ ഈ ഏരിയ ആണ് എടുക്കേണ്ടത്, അതോ ഈ മുകളിലെ ഈ ഏരിയ ആണ് എടുക്കേണ്ടത്? ടാൻജൻഷ്യൽ ആയിട്ടാണ് ഷേപ്പ് മാറ്റുന്ന സ്ട്രെസ് ആക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് ഈ മുകളിലെ റെഡ് കളർ ഏരിയ ആണ്. കണ്ട ഈ ഏരിയ ആണ് നമ്മൾ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഏരിയ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ നോ. ആൻഡ് ഇതിൻ്റെ ഈ ഭാഗം സ്ക്വയർ ആണെന്ന് പറഞ്ഞ് 50, ഇതാ ഈ വിഡ്ത്തും 50 വരും. ഓക്കെ നോ. ദിസ് വിഡ്ത്ത് ഈസ് ഓൾസോ ഈക്വൽ ടു 50. ആൻഡ് വാട്ട് അബൌട്ട് the thickness is 10 cm. ഈ ഭാഗമാണെന്ത് thickness ആണെന്ത് 10 cm. Therefore area of cross section will be 50 by means area of cross section is equal to 50 cm by 10 cm എന്നാണ് പറയുക കേട്ടോ. ഡിവൈഡ് ബൈ അല്ല, 50 by 10 എന്ന് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്റർ അതിൻ്റെ ഈ ഭാഗത്തെ നീളവും 10 സെൻറ്റിമീറ്റർ അങ്ങോട്ടുള്ള നീളവും. ഓക്കെ നോ. ദെർഫോർ യു വാണ്ട് ടു കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആസ് 50 into 10. ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യണം. ബട്ട് വായിക്കുമ്പോൾ നമുക്കറിയാലോ എപ്പോഴും 4/4 എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ സൈസ് പറയുമ്പോൾ നമ്മളെപ്പോഴും ലെങ്ത് ബൈ മീനിങ് ഇൻറ്റു ആണെങ്കിലും അതിനെ ഉപയോഗിക്കുന്ന വേർഡ് ബൈ എന്നുള്ളതാണ്. ഓക്കെ നോ. ആൻഡ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് നമുക്ക് ആൻസർ കാൽക്കുലേറ്റ്. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഏത് ഏരിയയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുക? ഇത് ടാൻജൻഷ്യൽ സ്ട്രെസ്സാണ്. അപ്പോൾ ഏത് ഏരിയക്കാണോ ഈ ഫോഴ്സ് പാരലായിട്ട് പോകുന്നത് ആ ഏരിയയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ നോ. നെക്സ്റ്റ് ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ that is applications of elasticity. മക്കളെ എഞ്ചിനീയറിംഗ് ഫീൽഡ് ധാരാളം അപ്ലിക്കേഷൻ ഉള്ളതാണ് ഇലാസ്റ്റിക്. നമുക്ക് മൂന്ന് അപ്ലിക്കേഷനാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവർ സ്ട്രെസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ടു ഡിറ്റർമിൻ ദ തിക്നെസ് ഓഫ് എ റോപ്പ് ടു ലിഫ്റ്റ് ഹെവി ഓബ്ജക്റ്റ്. ക്രെയിനെല്ലാം ഉപയോഗിച്ച് ഓബ്ജക്റ്റുകളെ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ലോഡാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണല്ലോ നമ്മൾ റോപ്പിൻ്റെ തിക്നെസ് തീരുമാനിക്കുക. ലിസൺ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് ദ കൺസെപ്റ്റ് ഓഫ് ബ്രേക്കിംഗ് സ്ട്രെസ്, ഇലാസ്റ്റിറ്റിയുടെ ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഓക്കെ നോ. ആൻഡ് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. രണ്ടാമത്തെ, ടു ഡിസൈൻ ദ പില്ലേഴ്സ് ഓഫ് ബ്രിഡ്ജിൻ്റെ എല്ലാം പില്ലറുകളുടെ ഷേപ്പ് ഇൻ ദ ഷേപ്പ് ഓഫ് ഐ. ഓക്കെ നോ. ലിസൺ, ആ ഷേപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ടു ഡിറ്റർമിൻ ദി മാക്സിമം പോസിബിൾ ഹൈറ്റ് ഓഫ് എ മൗണ്ടൻ ഓൺ എർത്ത് സർഫസ്. എർത്തിൻ്റെ സർഫസിൽ ഒരു മൗണ്ടൻ ഉണ്ടാകാവുന്ന ഹൈറ്റിനെ കുറിച്ചും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഇലാസ്റ്റിറ്റി ഉപയോഗിക്കാം. ഓക്കെ നോ. ജസ്റ്റ് ഫ്രം ദി ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് സെൽഫ് നമ്മളത് ജസ്റ്റ് വാല്യൂസ് വെച്ച് പറയുവാണ്. ആൻഡ് നെക്സ്റ്റ് ഐ എം ഗോയിങ് സംതിങ് deep into the application to determine the thickness of a rope to lift heavy objects. ഓക്കെ ഫൈൻ. ഇതിൽ സാധാരണ നമുക്ക് ഓരോ വയറിൻ്റെ ബ്രേക്കിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഈൽഡ് സ്ട്രെങ്ത്. ഓക്കെ, ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ്, അതിനെ ഈൽഡ് സ്ട്രെങ്ത് എന്ന് വിളിക്കുക. ലിസൺ, ഈൽഡ് സ്ട്രെങ്ത് തന്നിരിക്കും. ലെറ്റ് ബി SY. ലിസൺ, നമുക്ക് ഹാങ് ചെയ്യേണ്ട അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യേണ്ടുന്ന ലോഡ് ലെറ്റ് ബി ഡബ്ല്യൂയുടെ ഇക്വേഷൻ നമുക്കറിയാം mg. ആൻഡ് ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ഗിവൺ ആസ് E. ഓക്കെ നോ. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിറ്റർമിൻ ചെയ്യുക? മക്കളെ ഈ സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറഞ്ഞത് ദിസ് ഈസ് ഈൽഡ് സ്ട്രെങ്ത് ഓർ സ്ട്രെസ്. ഓക്കെ നോ. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ SY is equal to force, the load, mg divided by area. Or how will you find the equation for area? Area should equal to mg by SY. ഓക്കെ നോ. ഇങ്ങനെ നമുക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കാണാം, ഫ്രം വിച്ച് യു ക്യാൻ കാൽക്കുലേറ്റ് ദി റേഡിയസ് ഓർ തിക്നെസ്. ഓക്കെ, റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടുന്ന റോപ്പിൻ്റെ തിക്നെസ് ഡിറ്റർമിൻ ചെയ്യുക. മക്കളെ ഇതിൽ ഒരു ടേം ഉണ്ട്, സേഫ്റ്റി ഫാക്ടർ.
അതായത് നിങ്ങൾക്ക് സേഫ്റ്റി ഫാക്ടർ സാധാരണ നമ്മൾ 10 തീരുമാനിക്കാറുള്ളത്. അതായത് ഇഫ് യു വാണ്ട് ടു ലിഫ്റ്റ് 10 കിലോഗ്രാം ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 10 കിലോഗ്രാം, ലോഡ് 10 കിലോഗ്രാം നല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 10 സോ ദാറ്റ് ലിസൺ 100 ന്യൂട്ടന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ തിക്നെസ് ഡിറ്റർമൈൻ ചെയ്യുക. 100 ന്യൂട്ടന് വേണ്ടിയിട്ടാണ് തിക്നെസ് ഡിറ്റർമൈൻ ചെയ്യുക. ഓക്കെ നോ ലിസൺ. അതേപോലെ ഇപ്പോൾ 5 ന്യൂട്ടൺ ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻറ്റു 10 15 ന്യൂട്ടന് വേണ്ടിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുക. ഓക്കെ നോ. അപ്പോൾ എപ്പോഴും സേഫ്റ്റി ഫാക്ടർ എപ്പോഴും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ലോഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം ആ റോപ്പ് നമ്മൾ ഒരു കാരണവശാലും അതിന് ചേഞ്ച് ഇൻ ലെങ്തോ അല്ലെങ്കിൽ എന്താണ് ബ്രേക്കേജോ സംഭവിക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മളൊരു തന്നിരിക്കുന്ന ലോഡിന് നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നമുക്കതിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യനാണ്. അവർക്ക് ഒരു മെട്രിക് ടൺ, അതായത് 10 tons ഓൾമോസ്റ്റ് ലോഡ് ചെയ്യേണ്ട ആ ലോഡ് മാസ് ഇസ് ഈക്വൽ ടു 10,000 കിലോഗ്രാം. ഓക്കെ, 10 ടണ്ണ് നമുക്ക് 10 ടണ്ണുള്ള ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യണം. ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം, 10 ടൺ എന്ന് പറഞ്ഞാൽ 10,000 കിലോഗ്രാം. ഇത് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കാണുവാണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മാസിന് പകരം 10,000, ഓക്കെ, therefore 10⁴ ഇൻറ്റു ജിയുടെ വാല്യൂ 9.8 ഡിവൈഡ് ബൈ they have also provided the yield strength of that wire. SYയുടെ വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. The value of SY is equal to 300 into 10�6 പാസ്കൽ. ഓക്കെ നോ, therefore സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 300 into 10�6 പാസ്കൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏരിയ വരുന്നത് 3.3 into 10⁻⁻4 മീറ്റർ സ്ക്വയറാ. കറസ്പോണ്ടിങ് ഇവിടെ നമ്മളിതിപ്പോൾ ഏരിയ πr സ്ക്വയറാ. ഇവിടെ നമുക്ക് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാം. ദ റേഡിയസ് ഈസ് കംസ് അറൗണ്ട് 1 സെൻറ്റിമീറ്റർ. ഓക്കെ, 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ 10 ടണ്ണ് ഉയർത്താൻ ഇത്തരം 300 into 10�6 പാസ്കൽ ഈൽഡ് സ്ട്രെങ്ത് ഉള്ള ഒരു വയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എത്ര റേഡിയസ് വേണം മക്കളെ? 1 സെൻറ്റിമീറ്റർ വേണം. ഇങ്ങനെയാണ് നമ്മൾ വി ആർ ഡിറ്റർമിനിങ് ദ തിക്നെസ് ഓഫ് എ റോപ്പ് ടു ലിഫ്റ്റ് ഹെവി ഒബ്ജക്റ്റ് വെക്കുക. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ സേഫ്റ്റി ഫാക്ടർ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ സേഫ്റ്റി ഫാക്ടർ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും മക്കളെ? 10 വരും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 10⁻³ വരും. ഓക്കെ നോ, 10⁻³ വിൽ ബി ദർ കറസ്പോണ്ടിങ് ടു എ റേഡിയസ് ഓഫ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ എപ്പോഴും 1 സെൻറ്റിമീറ്റർ വരെയൊക്കെ ഈ സാധനം താങ്ങുമെങ്കിലും എപ്പോഴും നമ്മൾ സേഫ്റ്റിയുടെ ഒരു കാര്യമായതുകൊണ്ട് നമ്മളെപ്പോഴും ആ ലോഡിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കറസ്പോണ്ടിങ് റേഡിയസ് കണ്ട യു വിൽ ഗെറ്റ് ആസ് 3 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ എന്താ ഉപയോഗിക്കുക? 3 സെൻറ്റിമീറ്റർ ക്രോസ് സെക്ഷനുള്ള വയറാണ് ഉപയോഗിക്കുക. സേഫ്റ്റി ഫാക്ടർ സാധാരണയായിട്ട് 10 ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. 10 times എപ്പോഴും ലോഡിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ നോ, ആൻഡ് ഐ എം മൂവിങ് ഇൻ ടു ദി നെക്സ്റ്റ് അപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് ടു ഡിസൈൻ ദ പില്ലേഴ്സ് ഓഫ് ബ്രിഡ്ജസ്. മക്കളിതിൽ നമുക്ക് 2 ഇക്വേഷൻ അറിയാനുണ്ട്. അതിലെ ഫസ്റ്റ് കേസ് ലിസൺ, ഇതൊരു ഒരു ബ്രിഡ്ജിൻ്റെ ഒരു ബീമാണെന്ന് വെച്ചോളൂ. ബീം, ഈ ബീമിന് ലെങ്ത് L ആണ്, അതിൻ്റെ ബ്രെഡ്ത്ത് വീതി B ആണ്. ഓക്കെ, ലെറ്റ് B ആൻഡ് ദി തിക്നെസ് ഞാനത് വരക്കുമ്പോൾ ദിസ് ഈസ് ലെങ്ത്, ദിസ് ഈസ് ദ തിക്നെസ് D ആൻഡ് ദിസ് ഈസ് ബ്രെഡ്ത്ത്. ഓക്കെ നോ, ഇങ്ങനെയാണ് ബ്രെഡ്ത്ത് B വരുന്നത്. ഓക്കെ നോ, ബ്രെഡ്ത്ത് B, ദിസ് ഈസ് വൈറ്റ് കളറിൽ കാണുന്നത് ബ്രെഡ്ത്ത് B. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു വെയിറ്റ് ഹാങ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അത് ബെൻഡിങ് ഓഫ് ബീംസ്, ഈ ടോപ്പിക്കിന് വേറെ ബെൻഡിങ് ഓർ ബക്ലിംഗ് എന്നൊക്കെ വിളിക്കും. നമ്മളത് പരിചയപ്പെടാൻ വേണ്ടി പോവുക. ഡിപ്രഷൻ, കുറച്ച് ഭാഗം താഴോട്ട് ഡിപ്രസ് ചെയ്യും, താഴും അല്ലേ? ഈ താഴുന്ന ഡെൽറ്റ കാണുന്ന ഇക്വേഷനാണ്. ഡെൽറ്റയുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. നമുക്ക് ഇതിൻ്റെയും ഡെറിവേഷൻ ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് അവർ സിലബസ്. ദെർഫോർ ഡെൽറ്റയുടെ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കണം. ഡെൽറ്റ ഈസ് ഈക്വൽ ടു mg, നമ്മൾ ഹാങ് ചെയ്യുന്ന ലോഡ് W ഇൻറ്റു L³ ഡിവൈഡ് ബൈ 4BD³y. Okay, mg L³ by 4BD³y. This is the equation for the depression. NCERT textbook തന്നുള്ള ക്വസ്റ്റ്യൻ, എൻട്രൻസ് എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ഇക്വേഷൻ അതുപോലെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഡിപ്രഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു mg L³ by 4BD³y. ഓക്കെ, ഇതിൽ നമുക്ക് ദിസ് ഡിപ്രഷൻ ഈസ് നോട്ട് അറ്റ് ഓൾ ഡിസൈഡ്. നമുക്കത് ഒരു വണ്ടി പാലത്തിലൂടെ പോകുന്ന സമയത്ത് ഈ ഡിപ്രഷൻ ഒരിക്കലും നമുക്ക് ഡിസൈഡ് അല്ല, നമുക്കത് ഒഴിവാക്കപ്പെടേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഹൗ ടു ഡിക്രീസ് ദ ഡിപ്രഷൻ, നമുക്ക് എന്ത് ചെയ്യാം? ലെങ്ത്ത് കുറയ്ക്കുക. പ്രാക്ടിക്കലി പോസിബിൾ അല്ല അല്ലേ ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത്. അതേപോലെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡൻസ് ഉള്ളത് ഡെപ്തിനാണ്, D⁻3. ഓക്കെ നോ, ദെർഫോർ നമുക്ക് ഡെപ്ത് കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ ഡെപ്ത് കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡിപ്രഷൻ
ഡിപ്രഷൻ കുറക്കാൻ വേണ്ടി പറ്റും. ഓക്കെല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ ഇപ്പോൾ ഈ ഇക്വേഷൻ എല്ലാവരും ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കിടക്കുന്നത് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് അല്ലേ, ഡിയും ബിയും ഒക്കെ ഉള്ള ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനാണുള്ളത് അല്ലേ. ഇതിന് പകരം ഒരു സിലിണ്ട്രിക്കൽ റോഡാണെന്ന് വെച്ചോ, റേഡിയസ് ആർ ആണെങ്കിൽ ഈ ഡിപ്രഷൻ ഇക്വേഷൻ ചെറിയൊരു മാറ്റം വരും മക്കൾ. ഇതാ mg(L3/12 pi r⁴y 12 pi r⁴y. ലിസൺ, ഈ ഇക്വേഷൻ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല കേട്ടോ. ഡിപ്രഷൻ mgL3/12 pi r⁴y. ഓക്കെ. എനിവേ നമ്മൾ ഈ ഡിപ്രഷൻ കുറക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ മാറ്റം വരുന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഡിപ്രഷൻ കുറക്കാൻ വേണ്ടി എന്താ ചെയ്യുക, അതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ദ ബീം ഈസ് ഇൻക്രീസ്ഡ് മക്കളെ. അപ്പോൾ ഈ ഒരു കണ്ടന്റ് ലിസൺ, അപ്പോൾ നമ്മൾ ഡി കൂട്ടുക, ഇതാണ് ബ്രെഡ്ത്ത്, ഇതാണ് ഡി. തിക്നെസ് കൂട്ടുന്ന സമയത്ത് ഓക്കെ ഡിപ്രഷൻ കുറയും. പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ട്. വെൻ ദ ലോഡ് ഈസ് നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്, എല്ലായിടത്തും ഒരേപോലെ ലോഡാണെങ്കിൽ കുഴപ്പമില്ല. ഒരു ഭാഗത്ത് മാത്രം ലോഡ്, ഇപ്പോൾ ട്രാഫിക്കിന് ഒരു ലൈനിൽ മാത്രം നല്ല ട്രാഫിക് വരുന്നു, ആ സമയത്ത് ഇതാ ഇങ്ങനെ ഈ റോഡ് എന്ത് ചെയ്യും മക്കളെ, ബെൻഡ് ചെയ്യും. ഓക്കെ നോ, അത് ബെൻഡ് ചെയ്യും. ഇങ്ങനെ ഈ ബെൻഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് ബക്ലിംഗ്. ഓക്കെ നോ, ബക്ലിംഗ്. ഈ ബക്ലിംഗ് അവോയ്ഡ് ചെയ്യാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഈ ലോഡ് ബെയറിംഗ് സർഫസുകൾ, അത് താഴെ ഭാഗത്തും മുകൾ ഭാഗത്തും നമ്മൾ അതിൻ്റെ ലോഡ് ബെയറിംഗ് സർഫസിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറച്ച് കൂട്ടി കൊടുക്കും. ഓക്കെ നോ. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് പില്ലേഴ്സ് ആർ നോൺ ആസ് ഐ ഷേപ്ഡ് പില്ലേഴ്സ്. ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഇലാസ്റ്റിസിറ്റി. നോക്കൂ, ഇലാസ്റ്റിസിറ്റി ആപ്ലിക്കേഷനാണ്. ടു ഡിസൈൻ യു ക്യാൻ യൂസ് ദിസ് കോൺസെപ്റ്റ് ടു ഡിസൈൻ ദ പില്ലേഴ്സ് ഓഫ് ബ്രിഡ്ജസ്. ഓക്കെ. ആൻഡ് ലിസൺ, അതിൻ്റെ ഒരു ഫിഗർ കണ്ടോ, റൗണ്ടിന് ഇവിടെ ഇതേപോലെ കണ്ടോ, ഐ ഷേപ്ഡ് പില്ലേഴ്സ് ആണ് നമ്മൾ സാധാരണ ബ്രിഡ്ജസിലല്ല ഉപയോഗിക്കാറ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ടു അവോയ്ഡ് ബക്ലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ബെൻഡിങ് ഓഫ് ബീംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, നമ്മൾ ഒന്നുകൂടെ കോൺസെപ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഡിപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഡെപ്ത് കൂട്ടും. ഡെപ്ത് കൂടിയിട്ട് നോൺ യൂണിഫോംലി ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ബെൻഡ് എന്ത് ചെയ്യും മക്കളെ, അതേപോലെ ഇങ്ങനെ ബെൻഡ് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് ബക്ലിംഗ്. ടു അവോയ്ഡ് ബക്ലിംഗ് നമ്മൾ എന്താ ചെയ്യുക, ഏരിയ ഓഫ് ലോഡ് ബെയറിംഗ് സർഫസസ് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് pillars is known as I-shaped pillars. Letter I യുടെ ഷേപ്പുള്ള pillars. Okay, now and last application is again listen, to determine the maximum possible height of a mountain on earth's surface ആണ്. listen, അതായത് അതിൻ്റെ താഴെയുള്ള എർത്തിൻ്റെ റോക്കിൻ്റെ പ്രോപ്പർട്ടികൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കാണാം, ഹൈറ്റ് ഓഫ് ദി മൗണ്ടൻ കാണാം. നമുക്ക് NCERT സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ അതിൽ നമുക്ക് താഴത്തെ റോക്കിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് തന്നിട്ടുണ്ട് 30 × 10⁻⁷ പാസ്കൽ. നോക്കൂ, ഇത്രത്തോളം അത് വിസ്റ്റാൻഡ് ചെയ്യണം. ഈ മുകളിൽ നമ്മുടെ മൗണ്ടൻ്റെ താഴെ ഭാഗം ഓക്കെ, ഇത്രയും ലോഡിന് നമ്മൾ അവിടുത്തെ പ്രഷറിന് കഴിഞ്ഞ ദിവസം ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നല്ലോ, H⁻g. ഓക്കെ നോ, ഇത്രയും ലോഡിനെ ഈ ഇലാസ്റ്റിക് ലിമിറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. ഓക്കെ നോ, ലിസൺ, 30 × ദിസ് ഈസ് നത്തിങ് ബട്ട് ദ ഡയമെൻഷൻ ഓഫ് പ്രഷറാണ്. പ്രഷറിൻ്റെ ഡയമെൻഷനിലെ ടേമാണ് നമ്മൾ ഫ്ലൂയിഡ്സിൽ പഠിക്കുന്നു പറഞ്ഞു, ഗേജ് പ്രഷർ എന്നാണ് പറഞ്ഞത്. അതേപോലെ ഒരു കോൺസെപ്റ്റ് H⁻g is equal to 30 × 10⁻⁷ പാസ്കൽ. ഡെൻസിറ്റി ഓഫ് റോക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജിയുടെ വാല്യൂ 9.8 m/s² കൊടുത്താൽ യു ആർ സപ്പോസ് ടു ഗെറ്റ് ദ വാല്യൂ ആസ് H is equal to 10⁻⁴ മീറ്റർ. ഏകദേശം 10,000 മീറ്റർ വരും. ഇതാണ് ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് കിട്ടാവുന്ന അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ കിട്ടാവുന്ന മാക്സിമം ഹൈറ്റ് ഓഫ് ദ മൗണ്ടൻ ഈസ് അബൌട്ട് 10,000 മീറ്റർ, 10,000 മീറ്റർ. നോക്കൂ, മൗണ്ട് എവറസ്റ്റിൻ്റെ ഹൈറ്റ് എത്രയാണ്? 8,848. ഓക്കെ നോ, ലിസൺ, ദർ ഇസ് നിയർലി ഇതിൻ്റെ 8,800 ഇത് 10,000 ഏകദേശം തൊട്ടടുത്താണ്. അപ്പോൾ എർത്തിൽ ഒരു മൗണ്ട് എത്ര ഹൈറ്റ് വരും എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഇലാസ്റ്റിയുടെ കോൺസെപ്റ്റാണ്. ഇതിവിടെ പറയാൻ കാരണം നമ്മളിതിൽ റെലവൻസ് എപ്പോഴും സിഗ്നിഫിക്കൻസ് എപ്പോഴും പിള്ളേർക്ക് സംശയം ഉണ്ടാവുന്നതാണ്. ഒരു സ്ഥലത്തെ റോക്കിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചാണ് നമ്മൾ അവിടെയുള്ള ഒരു ബ്രിഡ്ജോ അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റോറീസ്, ഒരു ബിൽഡിങ്ങിൻ്റെ നമ്പർ ഓഫ് സ്റ്റോറീസും തീരുമാനിക്കുക. ഓക്കെ, ലിസൺ, അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതിലെല്ലാം ഇലാസ്റ്റിയുടെ കോൺസെപ്റ്റ് ഉണ്ട്. ഹിയർ ഐ ആം വൈൻഡിങ് അപ്പ്. നമ്മൾ ഈ ചാപ്റ്റർ പക്ക എൻജിനീയറിങ് ഒരു ഫീൽഡുമായി നല്ല റിലേഷനുള്ള ഒരു ചാപ്റ്ററാണ്. MOS മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ പേപ്പറിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ വലിയൊരു കടലിലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്ന പോലെ
കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നത് പോലെ ചില ഇക്വേഷൻസ് എല്ലാം നമുക്കതിൻ്റെ റൂട്ട് വേണ്ട, എസ്പെഷ്യലി റിലേഷൻ എമംഗ് ദി വൈ ബി ജി ആൻഡ് സിഗ്മ ആസ് വെൽ ആസ് ദി ഡിപ്രഷൻ ഇക്വേഷൻ പറഞ്ഞു. കാൻഡിലിവർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. ലിസൺ, അതിൻ്റെയും ഡെറിവേഷൻ നമുക്ക് വേണ്ട, ബട്ട് ഇക്വേഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വാട്ട് ഇസ് ദി ഇക്വേഷൻ ഫോർ ഡിപ്രഷൻ? mgl³ ഈ ഇക്വേഷൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി പ്രോബ്ലംസുമായിട്ട് നമ്മൾ നമ്മുടെ കോമ്പറ്റൻ്റ് ഡിസ്കഷൻ്റെ സമയത്ത് കാണാം. ഇതിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു മെയിനായിട്ട് ഒരൊറ്റ പ്രോപ്പർട്ടിയെക്കുറിച്ച് മാത്രമേ അഡ്രസ്സ് ചെയ്തിട്ടുള്ളൂ. ഈവൻ ദോ ഇറ്റ് ഈസ് ദാറ്റ് ഓഫ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞെങ്കിലും ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു ഒരാളെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. സ്ട്രെസ് പറഞ്ഞു, സ്ട്രെയിൻ പറഞ്ഞു, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞു. ലാസ്റ്റ് ടോപ്പിക് ഈസ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ നോ, താങ്ക് യു.